ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എരിവും മധുരം കൂടിയുള്ള ഒരു അച്ചാറാണ്. അടിപൊളി ഡിഷാണ് കേട്ടോ ഈ അച്ചാർ. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുളകാണ് ഇതിലേക്ക് ആദ്യം ഇട്ടെടുക്കേണ്ടത്. എരിവിനായിട്ട് നമ്മൾ മുളക് കുറച്ച് ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മുളക് നല്ലോണം ചൂടാക്കി എടുക്കണം. അതേപോലെ നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഇടുന്നത് കാരക്കാണ്. കാരക്കൻ്റെ കുരു പോക്കണം. ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തത് ഈസ്റ്റേൺ പിക്കിൾ പൗഡർ അച്ചാർ പൊടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു അച്ചാർ പൊടിയാണിത്. അപ്പോൾ നമുക്ക് എത്രത്തോളം അച്ചാറിൻ്റെ കട്ടി വേണ്ടത് അത്രത്തോളം നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു പൊസിഷനിൽ കിട്ടണം നമ്മുടെ മുളക് എന്ന് പറഞ്ഞാൽ. നല്ലോണം ഇറക്കി കൊടുക്കണം. ഇതിപ്പോൾ നമ്മളൊരു പുതിയ ഡിഷാണ്. നമ്മൾ ഈ മുളകും കാരക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ്. നല്ല രസമാണ്. മധുരം എരിവും കൂടിയായിട്ടുള്ളത് നല്ല രസമാണ് തിന്നാൽ. അപ്പോൾ നമ്മൾ മുളക് ഏകദേശമായി വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പോൾ കണ്ടോ നമ്മളെ മുളക് അങ്ങനെ വരികയാണ്. ഈ ഒരു മഞ്ഞ കളറ് ഈ മുളക് നല്ലോണമായി വരുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഈ മുളക് കേട്ടോ. നമ്മളിങ്ങനെ കുറേ മാറ്റി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഓയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാരക്കല്ലേ, കുരുപൊക്കിയ ആ കാരക്ക ഈ ചട്ടിയിലേക്ക് അതേപോലെ തന്നെ എടുത്തിടാം. ആ കാരക്ക ഇതാണ്. നമ്മൾ കാരക്ക അതേപോലെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരക്ക നല്ലോണം ഇളക്കണം. ഇതും ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടത്. കാരക്ക നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കാൻ നിന്നാൽ നമ്മൾ അടി പിടിച്ചോവും. ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ളത് 2 വെളുത്തുള്ളിയും ചെറിയ ഇഞ്ചി കഷ്ണവുമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഇഞ്ചി നല്ലോണം തൊലിയൊക്കെ പോക്കി നല്ലോണം റെഡിയാക്കി വെക്കണം. ഇത് നമ്മൾ വട്ടത്തിലാണ് കേട്ടോ അരിയുന്നത്. വട്ടത്തിൽ മീൻസ് ഇങ്ങനെ നമ്മൾ ഈ കരിയേപ്പിൻ്റെ ഇല നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. ഇതിലേക്ക് നേരത്തെ നമ്മൾ ചട്ടി വെക്കില്ലേ അത് ഇറക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞവും. ഇങ്ങനെയാണ് നമ്മൾ വട്ടത്തിൽ അരിയെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ എടുത്തില്ലേ, ജിഞ്ചർ ഇങ്ങനെ വട്ടത്തിൽ അരിയുക. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിലേക്ക് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാം. അതങ്ങനെ അരിയലാണ്. ഇങ്ങനെ നിർത്താതെ അരിയണം കേട്ടോ, വേഗം അരിയണം. അപ്പോൾ നമ്മളെ കാരക്ക ഇവിടെ റെഡി ആക്കണം. കാരക്ക ഏകദേശം റെഡി ആവാൻ അയക്കണേ. അപ്പോൾ നമ്മൾ കാരക്ക നല്ലോണം ഇളക്കി വെക്കണം കേട്ടോ. എല്ലാം ഇളക്കണം, അല്ലെങ്കിൽ അത് അടി പിടിച്ചോ കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ നല്ലോണം കാരക്ക റെഡിയാകാൻ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ കുനുകുനാ അരിഞ്ഞ് വെച്ച് നമ്മളെ ഇഞ്ചും വെളുത്തുള്ളി ഉണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുളകിലേക്ക് തന്നെ ഇട്ടാൽ മതി. നമ്മളിപ്പോൾ ഈ കാരക്ക വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ചും കൂടി ഓയിൽ വെച്ചിട്ട് നമ്മൾ കുനുകുനാ അരിഞ്ഞ് വെച്ച ഇഞ്ചും അതേപോലെ വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. ഒക്കെ ഞാനിപ്പോൾ ഈ മുളകും ഇഞ്ചും കാരക്കും വെളുത്തുള്ളിയൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടത്. നമ്മൾ ഓരോന്നോരോന്നും ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ കുറയുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എണ്ണ ഇങ്ങനെ ആഡ് ചെയ്യണം. നമുക്ക് ഇതായാൽ നമുക്ക് വേഗം മാറ്റി വെക്കാം. അതാണ് നമ്മൾ അയക്കണ ഏകദേശം ഒരു മഞ്ഞ പൊസിഷൻ ആ കളറ് കിട്ടണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഏകദേശം ഇത് റെഡിയായി. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുളകും കാരക്കൊക്കെ ഇട്ടയിലേക്ക് തന്നെ വെച്ചാൽ മതി. പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ 1 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. 1 ടീസ്പൂൺ കടുക്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഇങ്ങനെ ഒരു മഞ്ഞ പൊസിഷൻ ആ ലെവലിൽ കിട്ടിയാലും മതി. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലാവശ്യപ്പെട്ട ഒരു കയ്യിൽ നിറച്ചും എടുത്ത് നമ്മൾ കരിയേപ്പിൻ്റെ ഇല അതിലേക്ക് ഇടണം. കരിയേപ്പിൻ്റെ ഇല നല്ലോണം ആവണം, അല്ലെങ്കിൽ നമ്മൾ അച്ചാർ കേട് വരും.
കരിയേപ്പിൻ്റെ നല്ലൊരു ഒരു ഇപ്പം എങ്ങനത്തെ ഈ പൊസിഷനില്ലേ അതുപോലത്തെ ഒരു ലെവലിലാവണം ഈ കരിയേപ്പിൻ്റെ ഇല, അല്ലെങ്കിൽ നമ്മൾ അച്ചാർ കേടുവരും. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാരക്കും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മാറ്റി വെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ പറഞ്ഞില്ലേ ഇൻസ്റ്റൻറ്റ് പിക്കിൾ പൗഡർ അത് ഇതിലേക്ക് ഇടണം. ഞാനിപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങി അതിലുള്ള ഒരു ഹാഫ് പാക്കറ്റ് ഇട്ട് 800 മില്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര മുളക് വേണം അത്ര ആവശ്യത്തിനാണ് നമ്മളിപ്പോൾ ഈ ഇത് ഇടേണ്ടത് കേട്ടോ. നല്ലോണം നമ്മൾ ഇടണം. ഇത് നല്ലോണം മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഈ അച്ചാറാകുമ്പോൾ നമ്മളെ അച്ചാറിൻ്റെ നമ്മളിങ്ങനെ ഈ മുളക് നമ്മൾ അച്ചാർപ്പൊടി നല്ലോണം മിക്സ് ആയില്ലെങ്കിൽ അച്ചാർ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നല്ലോണം ഇളക്കി ഈ അച്ചാറൊക്കെ അച്ചാർപ്പൊടിയൊക്കെ നല്ല ബ്ലെൻഡ് ആവണം. നല്ലോണം നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ അടിയിൽ അടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി ഇങ്ങനെ വരികയാണ്. അതിനായി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബോയിൽ ചെയ്യാൻ വെച്ചില്ല ഒരു വെള്ളം, ആ വെള്ളം ഈ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് 250 ഗ്രാം ശർക്കരയാണ് ഞാൻ 4 ക്യൂബ്സ് ഇട്ടിക്കണം. ഇവിടെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ ശർക്കരയൊക്കെ നല്ലോണം ഇളകി വരുന്ന ഒരു വെള്ളം ആ പൊസിഷനിൽ കിട്ടണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ അച്ചാർ ചെയ്യാം. അതിലേക്ക് നമ്മൾ ഇങ്ങനെ അരിച്ചിട്ടാണ് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ വലിയ ശർക്കരയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് രസം ഉണ്ടാവില്ല. ഇത് ചൂടാറണം, അല്ലാതെ വെച്ചാൽ ഇതുണ്ടാവില്ല കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. നിങ്ങളെ വായിലേക്ക് ഇപ്പം നല്ല കൊതി വരുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഗ്യാസ് ഓണാക്കി നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യമായ വിനാഗർ ഒഴിക്കണം. വിനാഗർ ഒഴിച്ചിട്ട് നല്ലോണം ഇതാക്കണം. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് വെക്കുകയാണ്. നല്ല രസം ഉണ്ടാവും എനിക്ക് തോന്നി, ഞാൻ ടേസ്റ്റ് വെക്കുകയാണ് ഗൈസ്. അടിപൊളി ഗൈസ്, നല്ല എരിവും നല്ല മധുരമൊക്കെ ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണ് ഇവിടെ റെഡിയായത്. നിങ്ങൾക്ക് ഈ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ഫോളോ ചെയ്യുക. ബൈ.